99 93 ഈ രണ്ട് 800 വെറും 35,000 രൂപ ഉണ്ടെങ്കിൽ ഈ രണ്ട് 800 നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഗൾഫ് ക്യാമറി ഇത് അവിടെ കിടക്കുന്നതാ. ഗൾഫ് ക്യാമറി ഇവിടെയൊക്കെ കേരള രജിസ്ട്രേഷനിലേക്ക് മാറിയിട്ടുണ്ട്. 2005 മോഡലാണ്. 2005 മോഡലാണ്. എത്രാമത്തെ ഓണർഷിപ്പാണ്? ഓണർഷിപ്പ് എന്തായാലും 2-3 അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ എന്താ? പക്കാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതാണ് നമുക്ക് 190. 190. കാരണം ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് 2 കൊറോള അൾട്ടീസ് വരുന്നുണ്ട് ടൊയോട്ടന്റെ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതാണെങ്കിൽ 2011 വണ്ടി. 2011 രണ്ടും. 2,340. എത്രാം ഓണർഷിപ്പ് രണ്ടും വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. 2012 ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഇറ പ്ലസ്. എത്രാം ഓണർഷിപ്പാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കാണെങ്കിൽ 1.5 കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. 2020,000 കിലോമീറ്റർ ഓടിച്ച 2017 വാഗണർ ആണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? VXI ആണ്. എത്ര ചോദിക്കുന്ന പ്രൈസ്? നമുക്ക് 3.30 കൊടുക്കാം. 3.30. എത്ര ലോൺ കയറും? എന്തായാലും 3,500 അടുത്ത് ലോൺ കയറും. മുക്താറാണേ. അങ്ങനെ വീണ്ടും നമ്മുടെ സൺ യൂസർ കാറിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് കാർ എന്നാണല്ലേ, ഏകദേശം 100-ൽ പരം കാറുകളുണ്ട്. നിങ്ങൾക്ക് ഈ പ്രാവശ്യം അടിപൊളി ഓഫർ ആയിട്ടാണ് വീണ്ടും നമ്മളെ റാഫിക്ക വന്നിട്ടുള്ളത്. റാഫിക്ക കൊടുക്കൂലേ? തന്നെ കൊടുക്കാനാണ് വെച്ചിട്ടുള്ളത്. 1,25,000 രൂപ മൂപ്പര് ചോദിച്ചിട്ട് 20 വരെ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട്. 1,10,000 കൈ കെട്ടി കൊടുക്കാത്ത വണ്ടി. കൊടുക്കൂലെന്ന് പറഞ്ഞ വണ്ടി നിങ്ങൾക്ക് തരാൻ പോവാണ് മൂപ്പര്. വെറും 75,000 രൂപക്ക് 2004 വണ്ടി പക്ക മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മാരി വൃത്തിയുള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 75,000 രൂപക്ക്. ഈ 75,000 രൂപക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കാരണം വണ്ടി റെഡിയാണ്. ഡെലിവറി ഡേറ്റ് ഞാൻ ഇന്ന് തന്നെ ഞാൻ പ്രഖ്യാപിക്കാൻ പോവാണ്. 30-ാം തീയതി അല്ലേ റാഫിക്ക? 30-ാം തീയതി എന്നോട് 2 ലക്ഷം പറഞ്ഞാൽ കൊടുക്കാൻ കഴിയില്ല. ഈ 30-ാം തീയതി നമ്മളെ ചാനലിൽ തന്നെ ഈ വണ്ടി 30-ാം തീയതി നമ്മൾ കൊടുക്കും അല്ലേ? കൊടുക്കും. അതുകൊണ്ടാണ് ഈ കാർ ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്റെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുക്കും. ഓക്കെ, 30-ാം തീയതി നമ്മൾ എന്തായാലും കൊടുക്കും. റാഫിക്കാൻ നമുക്ക് അത്രക്കും ഇതാണ്. കാരണം മനസ്സ് നിറയെ ഉള്ളിൽ നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ. എപ്പോഴും വീഡിയോയിൽ സൗമ്യമാണ്. അപ്പോൾ എന്തായാലും 30-ാം തീയതി ഈ വണ്ടി കാർ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് നല്ലൊരു കമന്റ് ഇടാം, മാക്സിമം ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് താഴത്ത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല, താഴത്ത് ഞാൻ ഇപ്പോൾ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് മാത്രം ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്പറാണ് തരുന്നത്. എനിക്ക് ഏതായാലും ചെയ്യാൻ പറ്റൂല, കാരണം തിരക്കൂടെ ഉണ്ടാവുമ്പോൾ അവൻ കാര്യങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ഇനിയിപ്പോൾ റീഡ് ചെയ്തിട്ടില്ല വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതൊക്കെ കറക്റ്റ് ടൈമിന് കറക്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് അവർ ചെയ്തോളൂ. ആ നമ്പർ തന്നെ നിങ്ങൾ ചെയ്യും വേണം, കാരണം കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം, വീഡിയോ തുടങ്ങാം. 35,000 രൂപേൻ്റെ കാറാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ബസ് തന്നെ, അതുപോലെ തന്നെ താറ് വരുന്നുണ്ട്. നോക്കല്ലേ, നമുക്ക് അടുത്ത തൊടിയിലേക്ക് ചാടല്ലേ? എന്നാ ഓക്കെ. ഈ നമ്മൾ ബസ് തന്നെ കാണിക്കാൻ പോകുന്നത് താറ് 2016 4x4. ഡീറ്റെയിൽസ് പോട്ടെ. CRD 2016 മോഡല് 4x4. ഒന്നുകൂടി ഉഷാറാവണം കേട്ടോ ഷാഫിക്ക്, ഡബിൾ ഉഷാറാവണം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതാണെങ്കിൽ 3-ാമത്തെ ഓണർഷിപ്പ് വഹിക്കുന്ന വണ്ടി. 3-ാമത്തെ ഓണർഷിപ്പ്. നല്ല വണ്ടിയാണ്, നല്ല വണ്ടി. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? നമുക്കാണ് 6,40,000 രൂപ. 6,40,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ആ ഒരു 10,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 6,30 കൊടുക്കും. പിന്നെ എത്ര ലോൺ കയറും? ലോൺ എന്തായാലും ഇതിന് 4 രൂപയുടെ ഉള്ളിൽ 4 രൂപേൻ്റെ ഉള്ളിൽ എന്തായാലും വേണം. ഒരു 2.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കല്ലേ? ഓക്കെ. വണ്ടി ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. എക്സ്ട്രാ മോഡിഫിക്കേഷൻ കാര്യം എന്തെങ്കിലും? ടയറും കാര്യങ്ങളും എത്ര രൂപേൻ്റെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും? കറക്റ്റ് ചോദിച്ചിട്ടില്ലല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ചോദിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ 35,000 രൂപേൻ്റെ കാർ മുതലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. ഇനി അഥവാ ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ റാഫിഖാൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. റാഫിഖാൻ്റെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആ കാറിൻ്റെ ഒരു ഡീറ്റെയിൽസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കേണ്ട. അത് സ്ക്രീൻഷോട്ട് മാത്രമാണ് വരുന്നത്. അതിനായിട്ട് സെപ്പറേറ്റ് നമ്പർ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് റിഡ്സ് ആണ് വരുന്നത്. റിഡ്സിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2009 മോഡൽ. ഏത് ഓപ്ഷൻ വരുന്നത്? വീഡിയോ ഡീസൽ തന്നെയാണ് വരുന്നത്. എത്ര ഓണർഷിപ്പാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 110. 110. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല.
ഒരു പീസ് വെക്കണമെങ്കിൽ സാധനം ഓർഡർ ചെയ്തൊന്ന് വെച്ച്. എന്താണത്? ബാക്കത്തെ ഒരു പീസ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അതിലുണ്ട് ഈ ഒരു സെക്ഷൻ അല്ലേ? ഇത് എത്ര ചോദിക്കുന്ന പൈസ എത്രയാണ്? നമുക്ക് 2 രൂപ. 2 ലക്ഷം റുപ്യ അല്ലേ? ഓക്കെ. ഈ ഒരു സെക്ഷൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരാൻ വേണ്ടി കിട്ടിക്കണല്ലേ? ഓക്കെ. ഞാൻ അതുപോലെ തന്നെ വാഗ്നർ വരുന്നുണ്ട്. വാഗ്നർ അങ്ങനെ ഫുൾ ലോണിൽ ഇത് കൊടുക്കാം. 2017 മോഡലാണ്. 2017 മോഡൽ ഫുൾ ലോണിൽ. ഏത് ഓപ്ഷൻ തട്ടുള്ള വണ്ടിയാണ്. ഇവിടെ തട്ട് അപ്പോൾ ചെറിയ സൈഡ് കൊണ്ട് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എത്രാമത്തെ ഓണർഷിപ്പാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ആകെ 70,000 ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടിച്ച 2017 വാഗ്നർ ആണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? VXI ആണ്. എത്ര ചോദിക്കുന്ന പ്രൈസ്? നമുക്ക് 3.30 കൊടുക്കാം. 3.30. എത്ര ലോൺ കയറും? എന്തായാലും 3,500 അടുത്ത് ലോൺ കയറും. ഒരു 20,000 റുപ്യ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കിട്ടണം. ഡിസ്കൗണ്ട് കഴിച്ചാണെങ്കിൽ ചിലപ്പോൾ പൈസ വേണ്ടി വരില്ലാന്ന് തോന്നുന്നല്ലേ? അങ്ങോട്ട് പൈസ കിട്ടും. അങ്ങോട്ട് പൈസ കിട്ടുമല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏതാ വരുന്നത്? ഈ ഓൺ കൊടുക്കാനുള്ളതാണോ? 12 വണ്ടി. 2012. ഏതാ ഓപ്ഷൻ വരുന്നത്? ഒന്ന് വൃത്തിയാക്കി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടാ പോകാം. കാരണം ഒന്നാമത് രാവിലെ മയം പോയി. അതാണ് പിന്നെ കൂടുതൽ വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ. 2012 ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഇറ പ്ലസ്. എത്രാം ഓണർഷിപ്പാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 65,000. 65,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കാണെങ്കിൽ 1.5 രൂപ കൊടുക്കാം. 1.5 ലക്ഷം റുപ്യ കൊടുക്കാം. 2012. ഇതോ ഡാറ്റ്സന്റെ? ഇത് 2017 ആകെ 18 രജിസ്റ്റർ ഉള്ള വണ്ടി. 2017 രജിസ്ട്രേഷൻ. എത്രാം ഓണർഷിപ്പാണ്? ഇത് ഫസ്റ്റ് ഓണർ വണ്ടി. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 35,000 ഓടിക്കും. റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 2.4 കൊടുക്കാം. 2.10 ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും വരുന്നുണ്ട്. 10,000 രൂപ വെച്ചിട്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതാ കാണിക്കേണ്ട സെക്ഷൻ ഏതാണ് നിങ്ങൾ പറയും? ആൾട്ടോ വരുന്നുണ്ട്. 2012-13 രജിസ്ട്രേഷൻ. നല്ല വൃത്തിയുള്ള ഒരു ആൾട്ടോ ആണ് വരുന്നത്. ഓക്കെ. ഓപ്ഷൻ ഏതാ വരുന്നത്? LXI ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. ടയർ വരുന്നുണ്ട്, അത്യാവശ്യം ടയർ വരുന്നുണ്ട്. എത്രാം ഓണർഷിപ്പാണ്? ഇത് ഓണർഷിപ്പ് 4,000. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 ഓടി. 80,000. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 1.7 കൊടുക്കാം. 1.7 കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ ഇതുവരെ 1.15 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏതാ കാണിക്കാനുള്ളത്? കാണിക്കാൻ കുറേ ഉണ്ട്. കാണിക്കാം. നിങ്ങൾ സെലക്ട് ചെയ്യും. കാരണം ഒരുപാട് വണ്ടികളുണ്ട്. കൊറോളന്റെ അൾട്ടീസ് വരുന്നുണ്ട്, 2 അൾട്ടീസ് വരുന്നുണ്ട്. സിവിക്, ഹോണ്ടന്റെ സിവിക് വരുന്നുണ്ട്. KL7 എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സിവിക് എങ്ങനെ വരുന്നത്? 2007 മോഡൽ. 2007 മോഡൽ. എത്രാം ഓണർഷിപ്പാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000. ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. റീപ്ലേസ് കാര്യം വന്നാലും ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ എന്താ പാട്? ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല ലെതറിന്റെ ഒക്കെ ആണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കാണെങ്കിൽ 2.40 കൊടുക്കാം. 2.40 ലാസ്റ്റ് കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ കിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് 2 കൊറോള അൾട്ടീസ് വരുന്നുണ്ട്, ടൊയോട്ടന്റെ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതാണെങ്കിൽ 2011 വണ്ടി. 2011 ആണ് രണ്ടും. 2.340. എത്രാം ഓണർഷിപ്പ് രണ്ടും വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ? ഗൾഫിന്റെ കൊറോള, പഴയ കൊറോള. ഗൾഫിന്റെ വണ്ടി. ഗൾഫ് കൊറോള ഇവിടേക്ക് NSC മാറിയതാണോ? മാറിപ്പോയത്. അപ്പൊ ഗൾഫ് ക്യാമറി ഇത് അവിടെ കിടക്കുന്നതാ. ഗൾഫ് ക്യാമറി ഇവിടേക്ക് കേരള രജിസ്ട്രേഷനിലേക്ക് മാറിയിട്ടുണ്ട്. 2005 മോഡലാണ്. 2005 മോഡലാണ്. എത്രാം ഓണർഷിപ്പാണ്? ഓണർഷിപ്പ് എന്തായാലും 2-3 അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ എന്താ? പക്കാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതാണ് നമുക്ക് 1.90 കൊടുക്കും. 1.90. കാരണം ഗൾഫിലൊക്കെ സണ്ണി ക്യാമറ ഒക്കെ ആണല്ലോ അടിപൊളിയായിട്ട് ഓടിക്കാൻ. ചിലപ്പോൾ 5 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും. അന്ന് കൊടുക്കുന്ന വണ്ടികളല്ലേ. സാധനം നെരിമാർക്ക് സാധനമല്ലേ? പെട്രോൾ വേരിയന്റ് വരും. ഓക്കെ. 1.90 പെട്രോൾ ആണ് വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ 800 ആണോ പറഞ്ഞത്? 35,000 രൂപയ്ക്ക് പറഞ്ഞത്. ഈ 2 വണ്ടി 35,000. ഈ 2 വണ്ടി മോനെ ഈ വണ്ടി കാണിച്ചു കൊടുക്ക്. ഈ 2 വണ്ടി 800. ഏതാ മോഡൽ വരുന്നത്? അത് 99-93. 99-93. ഈ 2 800 വെറും 35,000 രൂപ ഉണ്ടെങ്കിൽ ഈ 2 800 നിങ്ങൾക്ക് എടുക്കാം. ഒരു വിൻറ്റേജ് കളക്ഷനിലേക്ക് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന 2 വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വർക്കിംഗ് കണ്ടീഷനാണ്. 35,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത്. ഇതിൽ ഓഫർ ഉണ്ടോ? മറ്റേ 10,000 രൂപ. ഈ 2 മാരുതിക്ക് മാത്രം 10,000 രൂപ ഓഫർ ചോദിച്ചത്. തടിമ പിടിക്കുന്നതാണ്. എല്ലാത്തിനും തടിമ പിടിച്ചിട്ട് മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 800 ഓഫർ വരുമോ? അത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2009 800. എത്രാം ഓണർഷിപ്പാണ്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80. കാരണം 2009 മോഡലാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കാണെങ്കിൽ 65,000 രൂപ നമ്മൾ ഓഫർ കഴിച്ചിട്ട് 55,000 രൂപയ്ക്ക് ഈ വണ്ടി കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സെന്ന് വരുന്നുണ്ട്. സെന്ന് ഏതാണ്? ഇത് പെട്രോൾ വേരിയന്റ്. 2006 മോഡൽ. 2006 മോഡൽ. എത്രാം ഓണർഷിപ്പാ?
ഓണർഷിപ്പ് ഒക്കെ ചോദിക്കണോ? സെക്കൻഡ് ഓണർഷിപ്പ് ചോദിക്കാളല്ലേ. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് കിലോമീറ്ററോ? കിലോമീറ്ററൊക്കെ ഒന്നിൻ്റെ പുറത്ത് ഓടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കാണ് 80 രൂപ. 80 റുപ്യക്കാണ് ചോദിക്കുന്നത്. 70 റുപ്യ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇന്ത്യയിലൊക്കെ ഒന്നും കുഴപ്പമില്ല. ഏവറേജ് ഇന്ത്യയിലും കാര്യങ്ങളും നോക്കാണ് വരുന്നത്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് തോന്നുന്നത്? ഈ സെന്ന് ഇത് ഡീസലാണ് വണ്ടി. ഡീസലാണ് വരുന്നത്. 2004 മോഡൽ. 2004 ഡീസലാണ് വരുന്നത്. എത്ര ഓണർഷിപ്പാ? ഇത് ഓണർഷിപ്പ് 3-4 ഓണർഷിപ്പ് വരുന്നുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്ററൊക്കെ ഒന്നിൻ്റെ പുറത്ത്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 80 രൂപ. 70 റുപ്യക്ക്. ഓക്കെ, ലാസ്റ്റ് 70 റുപ്യ കൊടുക്കല്ലേ. ഇനിയിപ്പോൾ ടാറ്റൻ്റെ ഏതാണത്? ഇത് പെട്രോൾ ഇൻഡിക്കയാണ്. 2012 മോഡൽ. 2012 മോഡൽ പെട്രോൾ ഇൻഡിക്ക, ഒരു വെറൈറ്റി കളർ. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഓണർഷിപ്പ് 80,000 ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ എന്താ പാട്? ഒരു ആവറേജ് ഇന്ത്യയിലെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആവറേജ് ടയർ വരുന്നുണ്ട്. പിന്നെ അതൊന്ന് വൃത്തിയാക്കാണ്ട് വണ്ടി വന്നിട്ടുള്ളൂ. പുതിയ വന്ന കൊണ്ടുപോയിട്ടല്ലേ. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? 90 റുപ്യക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നാനോ വരുന്നുണ്ട്. 3 നാനോ വരുന്നുണ്ട്. നാനോ എങ്ങനെ വരുന്നത്? കാൽപ്പാണ്ട് വടകര രജിസ്ട്രേഷൻ. ഇതെങ്ങനെയാണ്? ഇതാണെങ്കിൽ നമുക്ക് 1.10 കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2015 രജിസ്റ്ററുള്ളതാണ്. 2015 രജിസ്റ്ററുള്ള വണ്ടി. ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. കൊടുക്കാൻ പറ്റാത്ത എല്ലാ ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ 1.10 കൊടുക്കാം. ഓഫർ കഴിഞ്ഞിട്ട് 1. ഓക്കെ, ഈ നാനോ വരുന്നത് നമ്പർ പ്ലേറ്റ് എന്താ വിരിച്ച്? ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡലാണ്. 2014 മോഡൽ. ചോദിക്കുന്ന പ്രൈസ്? ഇതാണെങ്കിൽ 80 രൂപ. 80 റുപ്യ. ഓഫർ കഴിച്ചിട്ട് 70 റുപ്യ. ഈ നാനോ? ഇതാണെങ്കിൽ 2000 അതേ മോഡൽ തന്നെ 14-15 രജിസ്റ്ററുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്കാണെങ്കിൽ 1.5 കൊടുക്കാം. 1.5 95 രൂപയ്ക്ക്. ഓക്കെ, ഇതെങ്ങനെ സ്പാർക്ക് വരുന്നത്? സ്പാർക്ക് 2009 ആണ്. 2009. എത്രാം ഓണർഷിപ്പാ? ഓണർഷിപ്പ് 10 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 2009-2010 രജിസ്ട്രേഷൻ. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിൻ്റെ പുറത്ത് ഓടിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്കാണ് ഫൈനലാണെങ്കിൽ ഒരു 60 രൂപ കൊടുക്കാം. 60 റുപ്യ കൊടുക്കാം. മറ്റേ കഴിച്ചിട്ടാണോ? മറ്റേ കഴിച്ചിട്ട് 50 റുപ്യ കൊടുക്കാം. ഈ സ്പാർക്കോ? 2007 മോഡലാണ്. ബ്രോ വണ്ടി നോക്കിയോ? വണ്ടി ഓക്കെ അല്ലേ? എങ്ങനെ വന്നാ അവിടെ? നമ്മളെ. ഓക്കെ, അപ്പോൾ ഈ സ്പാർക്ക് ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2007. എത്രാം ഓണർഷിപ്പാ? ഇത് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 65 റുപ്യ. ഈ സ്പാർക്ക് എത്ര രൂപ കൊടുക്കാം? അത് നമുക്ക് 80 രൂപ. ഓഫറിലാണെങ്കിൽ 70 റുപ്യ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടിയുണ്ട്. കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവസ്ഥ ഇതാണ്. മഴ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വെയിലാണ്. ഇങ്ങനെ വേർത്ത് ഇങ്ങനെ ഒലിക്കുകയാണല്ലോ ട്രാഫിക്ക. അപ്പോൾ എന്തായാലും ഇനിയുള്ള ബാക്കിയുള്ള വണ്ടികൾ, ഇനിയിപ്പോൾ ഏതൊക്കെ വണ്ടികൾ അവിടെ അവൈലബിൾ ഉള്ളത് നിങ്ങൾ പറഞ്ഞോളി. 2-3 വണ്ടിൻ്റെ സ്പെഷ്യൽ വണ്ടികളൊക്കെ പറഞ്ഞോളി. സ്പെഷ്യൽ വണ്ടികൾ ഇനി വരാനുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ റിക്സ്, പിന്നെ ഗോ പ്ലസിൻ്റെ റെഡിഗോ അങ്ങനത്തെ ഐറ്റംസ് കുറേ വരാണ്ട് വണ്ടികൾ. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. വർക്ക്ഷോപ്പിൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടിയുണ്ട്. നാനോ വരുന്നുണ്ട്, മറ്റേ ഓമനി വരുന്നുണ്ട്, മറ്റേ തവേര വരുന്നുണ്ട്, സ്കോർപ്പിയോ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. നിങ്ങൾക്ക് എല്ലാ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ റാഫിഖാൻ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റ് സ്പോട്ട് വരുന്നത് പുത്തനത്താണ്. സൺ യൂസ്ഡ് കാർ അല്ലേ? സൺ ഓട്ടോ കൺസൾട്ടിങ് അല്ലേ? അങ്ങനെ യൂസ്ഡ് കാർ പറയുള്ളൂ. നിങ്ങൾ റാഫിഖാൻ്റെ നമ്പർ ഒന്ന് അടിച്ച് ഒന്ന് വിളിച്ചാൽ മതി. മുമ്പ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തരും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് സൺ യൂസ്ഡ് കാർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതും കിട്ടും. കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ സ്പോട്ടും കാര്യങ്ങളൊന്നും മറക്കണ്ട. നമ്മളെ ഓഫർ, സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഡിസ്കൗണ്ട് അല്ലേ? അത് മാത്രം എല്ലാ കാറും 10,000 രൂപ ഡിസ്കൗണ്ട്. നമ്മളെ സെന്ന് 1,25,000 രൂപേൻ്റെ കാർ നിങ്ങൾക്ക് വെറും 75,000 രൂപയ്ക്ക് തരാൻ പോവാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നല്ലൊരു കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളെ റാഫിഖാൻ്റെ നമ്പർ, സ്പെഷ്യൽ നമ്പർ ഉണ്ട് അടിയിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറല്ല, സ്പെഷ്യൽ നമ്പർ ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ആ ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അടിപൊളി വണ്ടിയാണ്, നല്ല വൃത്തി വണ്ടിയാണ്. 75,000 രൂപയ്ക്ക് സെന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും 30-ാം തീയതി നമുക്ക് കാണാം. ഓക്കെ.